അങ്ങനെ ജാനകിയുടെയും അഭിയുടെയും വീട് പുത്തൻ പ്രമോദം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അജയ് തപ്പി നടന്ന് എല്ലാവരും ഇങ്ങനെ എന്താ പറയാ ആകപ്പാട് നിരാശയിലായി. അജയ് വീണ്ടും ചതിച്ചല്ലോ എന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ നമ്മുടെ നിരഞ്ജനാണെങ്കിൽ കട്ടക്കലിപ്പിൽ നിൽക്കുക. ഈ ഒരു ചതിയനെ എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പൊ നമ്മുടെ ജാനകി ആണെങ്കിൽ ജാനകിക്ക് എന്തോ പന്തികേട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ അപർണയും കുടുംബവുമാണ് ഇതിന് പിന്നിൽ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ജാനകി നൈസായിട്ട് നമ്മുടെ തമ്പിയുടെ ഭാര്യനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ശരണല്ല ഇതിന്റെ പിന്നിൽ ഉത്തരവാദി എന്നുള്ളത്. അല്ലെങ്കിൽ അജയ് തന്നെ വരുമ്പോൾ പറയും. പിന്നീട് എന്തായിരിക്കും ഇവിടെ കളി നടക്കാൻ പോകുന്നത്, പിന്നീട് ആരാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവരും അറിയുകയും ചെയ്യും. ആ സമയത്ത് ഇവിടുത്തെ കളികളൊക്കെ മാറി മറിയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകി നമ്മുടെ തമ്പിയുടെ ഭാര്യയോട് പറയുന്നുണ്ട്. അപ്പൊ തമ്പിയുടെ ഭാര്യ ആകെ പരിഭ്രമിച്ച് താഴെ ഇങ്ങനെ കുലുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ജാനകിക്ക് മനസ്സിലായി ഇതിന് പിന്നിലെ നമ്മുടെ അപർണയും തമ്പിയും ഒക്കെ തന്നെയാണെന്നുള്ളത്. അപ്പൊ എനിക്ക് അതിനുശേഷം നമ്മുടെ ജാനകി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച് നമ്മുടെ അഭിയോട് പോയി പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ എന്താ പറയാ ജാനകി നമ്മുടെ നിരഞ്ജനയെ വന്ന് കാണുന്ന ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് നിരഞ്ജനയോട് പറയുന്നുണ്ട്. അപ്പൊ നിരഞ്ജനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. ഇങ്ങനെ ഒരു ചതിയനാണല്ലോ ഞാൻ ഇത്ര നാൾ സ്നേഹിച്ചത്, ഇങ്ങനെ യുദ്ധം ചെയ്തത് ഇവന് വേണ്ടിയായിരുന്നല്ലോ, അവൻ എന്നെ ഇട്ടിട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകിയോട് പറയുന്നുണ്ട്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, നിരഞ്ജന ധൈര്യമായിട്ടിരിക്കുക, അവൻ അരമണിക്കൂറിനുള്ളിൽ എത്തും, ഇത് എന്റെ വാക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നിരഞ്ജന പറയുന്നുണ്ട്, ഏട്ടത്തി കുറെ വാക്കായല്ലോ പറയുന്നത്, ഏതെങ്കിലും ഒന്ന് പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ, ഇതും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിരഞ്ജന ജാനകിയോടും എന്താ പറയാ ചൂടാകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. പോരാ തന്നെ നമ്മുടെ ശരൺ ആ ഒരു കല്യാണ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ അഭി നമ്മുടെ ശരണിന്റെ അടുത്ത് മെക്കിട്ട് കയറുന്നുണ്ട്. അജയ് നീ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭി നമ്മുടെ ശരണിന്റെ ദേഹത്തോട്ടും അടിച്ചു കയറുന്ന ഒരു രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണട്ടെ. ജാനകി ആണെങ്കിൽ ജാനകിക്ക് മനസ്സിലായി കഴിഞ്ഞു നമ്മുടെ തമ്പിയാണ് ഇതിന് പിന്നിലെന്ന്. അപ്പൊ എന്തായാലും ജാനകി എന്തെങ്കിലും കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിക്കാതെ നിരഞ്ജനയ്ക്ക് ആ ഒരു വാക്കും കൊടുക്കില്ല അല്ലെ. അപ്പൊ എന്തൊക്കെ മറിമായങ്ങളാണ് ആ ഒരു എപ്പിസോഡിൽ വരാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.